മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പേജിന് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡിൽ ഒരു പേജിന് ബോർഡർ എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്ന് പഠിക്കാം. ബോർഡർ സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ വേഡ് ഫയൽ ഓപ്പൺ ചെയ്തിടുക. ന്യൂ ഫയൽ ആണെങ്കിൽ ന്യൂ പോയിട്ട് ഓപ്പൺ ആക്കിയിടുക. അല്ല വേറെ ഏതെങ്കിലും ഫയൽസ് ആണ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഡോക്യുമെന്റ് ആണെങ്കിൽ ആ ഡോക്യുമെന്റ് ഓപ്പൺ ആക്കിയിടുക. അതിനുശേഷം പേജ് ലേഔട്ട് മെനുവിലേക്ക് വരിക. പേജ് ലേഔട്ട് മെനുവിൽ വന്നിട്ട് പേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ ആ വിൻഡോയിൽ നമുക്ക് പേജ് ബോർഡർ കാണാനായിട്ട് പറ്റും. പേജ് ബോർഡർ എടുക്കാം. പേജ് ബോർഡർ എടുത്തിട്ട് ഇവിടെ നമുക്ക് പേജിന്റെ പല ബോർഡേഴ്സ് കാണും. പേജ് ബോർഡർ, നണ്ണ്, ബോക്സ്, ഷാഡോ, നമുക്കിപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പ്രിവ്യൂ കാണിച്ചു തരും. ഞാനിപ്പോൾ ഇവിടെ ബോക്സ് എടുത്തു. ഷാഡോ ആണെങ്കിൽ ഷാഡോ എടുക്കാം, 3D ആണെങ്കിൽ നമുക്ക് 3D എടുക്കാം, കസ്റ്റം ആണെങ്കിൽ കസ്റ്റം എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബോക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ സ്റ്റൈൽസ്, ലൈൻ സ്റ്റൈലാണ്, ഡബിൾ ലൈൻ, ഏതായാലും സ്റ്റൈൽ എന്ന് വെച്ചാൽ നമുക്ക് അത് എടുക്കാം. ഞാനിവിടെ ഡബിൾ ലൈൻ എടുത്തു. ഇനി കളർ ഓട്ടോമാറ്റിക് ആണ് എടുക്കുന്നത്. നമുക്ക് കളേഴ്സ് വേണമെങ്കിൽ ഇപ്പോൾ ഞാനൊരു റെഡ് കളർ എടുത്തിട്ടു. ഇനി വിഡ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 PT എടുത്തു. ഇനി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ പേജ് ബോർഡർ ഡിസ്പ്ലേ ചെയ്ത് കാണുന്നുണ്ട്. ഇനി നമുക്ക് ഈ പേജ് ബോർഡർ തന്നെ ഇപ്പൊ നോക്കുക, കുറച്ച് ദൂരത്തേക്കായിട്ടാണ് പോയിരിക്കുന്നത്. പേജ് ബോർഡറിന് തന്നെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പേജ് ബോർഡർ എടുക്കാം. എന്നിട്ട് പേജ് ബോർഡറിന്റെ ഓപ്ഷൻസ് എടുക്കാനായിട്ട് ഇവിടെ ഒന്ന് ഓപ്ഷൻ എടുക്കാം. ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇപ്പൊ ഇവിടെ ടോപ്പ് മാർജിൻ 24 ആണ് എടുക്കുന്നത്. നമുക്ക് അത് മാറ്റിയിട്ട് കൂട്ടിയിടണമെങ്കിൽ കൂട്ടി, ടോപ്പ് മാർജിനും ബോട്ടം മാർജിനും ഒക്കെ നമുക്ക് കൂട്ടിയിടുകയോ കുറച്ചിടുകയൊക്കെ ചെയ്യാം. ഇവിടെ മെഷർ ഫ്രം എഡ്ജ് ഓഫ് പേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് മാറ്റിയിട്ട് നമ്മൾ ടെക്സ്റ്റ് കൊടുത്തു. ഓക്കെ കൊടുക്കുക. ടെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ താഴത്തെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അലൈൻ പാരഗ്രാഫ്, ബോർഡർ ആൻഡ് ടേബിൾ, അഡ്ജസ്റ്റ് വിത്ത് പേജ് ബോർഡർ, ഓൾവേസ് ഡിസ്പ്ലേ ഇൻ ഫ്രണ്ട്, സറൗണ്ട് ഹെഡർ, സറൗണ്ട് ഫൂട്ടർ. ഇതൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഓഫ് ആക്കിയിടാം. നമുക്ക് ഓക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പൊ അതാ നമ്മുടെ ടെക്സ്റ്റ് താഴേക്ക് നോക്കുക, കുറച്ചുകൂടെ ടെക്സ്റ്റിനോട് അടുത്തായിട്ട് വന്നു. ഇനി നമുക്ക് ഇവിടെ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട് പേജ് ബോർഡറിൽ, ആർട്ട് എന്ന് പറഞ്ഞിട്ട്. അതിൽ നമുക്ക് ആർട്ട് വേണമെങ്കിൽ ആർട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ആർട്ട് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. നമ്മൾ കൊടുത്തിട്ടുള്ള ആർട്ട് അവിടെ ബോർഡർ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. നമുക്ക് പേജ് ബോർഡർ ഓഫ് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, പേജ് ബോർഡറിൽ പോയിട്ട് സെറ്റിംഗ്സിലെ നണ്ണിട്ട് കൊടുത്താൽ മതി. അതാ പേജ് ബോർഡർ ഓഫായി. ഇനി നമുക്ക് പാരഗ്രാഫ് ബോർഡർ ഒക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത് വെച്ചാണ് ആ പാരഗ്രാഫിൽ നിർത്തിയിട്ട് ഈ പേജ് ബോർഡറിൽ തന്നെ വന്നിട്ട് പേജ് ബോർഡറിൽ ബോർഡേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതിൽ നമുക്കിപ്പോ ബോക്സ് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുക്കുക. അപ്പൊ നമുക്ക് നോക്കാം, കാണാൻ പറ്റും നമ്മുടെ ഏത് പാരഗ്രാഫിലാണോ നമ്മൾ നിർത്തിയിരുന്നത് ആ പാരഗ്രാഫിന് ബോർഡർ മാത്രമായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. പാരഗ്രാഫിന് നമുക്ക് ഷെയ്ഡിങ് കളേഴ്സ് കൊടുക്കണമെങ്കിൽ ഷെയ്ഡിങ് എടുക്കാം. നമുക്ക് ഇവിടെ ഫില്ലില് ഏതെങ്കിലും ഒരു കളർ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇതൊക്കെ ഓഫ് ആക്കാനായിട്ട് നമുക്ക് പേജ് ബോർഡറിൽ തന്നെ പോയിട്ട് എന്ത് ചെയ്താൽ മതി, രണ്ടിട്ട് കൊടുത്താൽ മതി. പിന്നെ കളർ ഓഫ് ആക്കാനായിട്ട് നമുക്ക് ഷെയ്ഡിങ്ങിൽ പോവാം. ഷെയ്ഡിങ്ങിൽ പോയിട്ട് ഫിൽ കളർ നണ്ണാക്കി ഇടുക, നോ കളർ ഇട്ട് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അതാ പേജ് ഇവിടെ നമുക്ക് ബോർഡർ, പാരഗ്രാഫിന്റെ ബോർഡറും ഇപ്പോൾ ഓഫ് ആയിട്ടുണ്ട്, ഷെയ്ഡിങ് കളറും ഓഫ് ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് പേജിന് അതുപോലെ തന്നെ പാരഗ്രാഫിന് പേജിന് ബോർഡർ സെറ്റ് ചെയ്യാം. ഷെയ്ഡിങ് കളറും നമുക്ക് പാരഗ്രാഫിന് കൊടുക്കാനായിട്ട് പറ്റും. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം.